ഫ്രണ്ട്സ്, എന്ത് വിശേഷം? നമ്മളിന്ന് പുറത്ത് പോകുവാണ്. എവിടെയാണ് പോകുന്നത്, എന്താ പോകുന്നത് നമുക്ക് വീഡിയോ കാണാം. നമ്മൾ ഈ റോഡ് സൈഡിൽ നിൽക്കുന്നുണ്ട്, വണ്ടിയൊക്കെ പോകുന്നുണ്ട്. ഞാൻ പറയുന്ന ഒന്നും കേൾക്കുന്നുണ്ടായിരുന്നില്ല. അപ്പം അതുകൊണ്ടാണ് നമ്മളിപ്പോൾ വോയിസ് ഓവർ കൊടുക്കുന്നത്. ഇവിടെ നമുക്ക് പോകേണ്ട സ്ഥലത്തേക്ക് ഒരു 4 കിലോമീറ്റർ ഉണ്ട്. അതുകൊണ്ട് നമ്മൾ ടാക്സി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്താ നമുക്കിപ്പോൾ ഒരു ടാക്സി കിട്ടിയിട്ടുണ്ട് കേട്ടോ. നമ്മളിപ്പോൾ നമ്മുടെ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ എത്തി കേട്ടോ. നമ്മളിപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത് നൂർ ഐലൻഡിലാണ്. പക്ഷേ സംഭവം എന്താണേലും പണി മാറിയിട്ടുണ്ട് കേട്ടോ. കാരണം ഇന്ന് ഈ ഐലൻഡിലേക്ക് എൻട്രി ഇല്ല. അത് നമുക്കറിയത്തില്ലായിരുന്നു. ഇന്ന് എന്തോ ഒരു പ്രൈവറ്റ് ഇവന്റ് നടക്കുന്നതുകൊണ്ട് ഇതിന്ന് ക്ലോസ് ആണ്. അപ്പൊ നമുക്ക് വേറെ ദിവസം അവിടെ അതിന്റെ അകത്ത് കയറാം. നമ്മൾ ഇവിടെ നിന്ന് ടിക്കറ്റ് ഒക്കെ എടുത്ത് അകത്ത് കയറാന്നൊക്കെ ഓർത്താ വന്നത്. പക്ഷെ ഇന്ന് നടക്കത്തില്ല. നമ്മുടെ പ്ലാൻ എന്താണെങ്കിലും ഇവിടെ ഡ്രോപ്പ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വിചാരിച്ചു ഇതിലേ നടക്കാം. നല്ല സ്ഥലമാട്ടോ, കുറേ മരങ്ങളൊക്കെ നിൽപ്പുണ്ട്, കുറേ ആൾക്കാരൊക്കെ ഇവിടെ ഇരിക്കുന്നുണ്ട്. അവരിങ്ങനെ വീക്കെൻഡ് ആയതുകൊണ്ട് പിള്ളേരെയൊക്കെ കൂട്ടി കളിക്കാനൊക്കെ ആയിട്ട് ഇങ്ങനെ പോകുന്നത്. ഇവിടെ തൊട്ടടുത്തുള്ള പള്ളിയിൽ നിന്നൊരു പ്രെയറൊക്കെ കേൾക്കുന്നുണ്ട്. അതൊക്കെ കേട്ട് നമ്മളിതൊക്കെ നോക്കി കണ്ടൊക്കെ നടന്നു. ഇതേ ഈ വെള്ളത്തിൽ സൂക്ഷിച്ചു നോക്കിയതേ ഞണ്ട് പോകുന്നതാണ്. കണ്ട് ഇതിന്റെ അടി വരെ നല്ല ക്ലിയർ ആയിട്ട്, ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് ഈ വെള്ളം കിടക്കുന്നു. അപ്പൊ നമുക്കിത് ഇതിലെ പയ്യെ നടക്കാം. എന്താ അവിടെ ഒരു ബോട്ടാണ് കിടക്കുന്നതെന്ന് തോന്നുന്നു. നമ്മുടെ വള്ളം പോലെ ഒരു ബോട്ട് പോലത്തെ സംഭവം. ബോട്ടിൽ കണ്ടോ എന്തോ പരിപാടി നടക്കുന്നുണ്ടെന്നാ തോന്നുന്നത്. അല്ലെങ്കിൽ നമുക്കിങ്ങനെ എല്ലാവർക്കും പോകാവുന്ന ടൈപ്പ് ബോട്ടാണെന്ന് എപ്പോഴും നമുക്ക് അങ്ങോട്ട് എത്തുന്നേ ഉള്ളൂ. എന്താണെങ്കിലും അടുത്ത് ചെന്നിട്ട് എന്താ സത്യം നോക്കാം. എന്താ ഫംഗ്ഷൻ നടക്കുന്നുണ്ടോ തരത്തില്ല. കാരണം അതേ ബലൂണൊക്കെ കെട്ടിയിട്ടുണ്ട്. നമുക്ക് അങ്ങ് അടുത്തോട്ട് ചെല്ലുമ്പോൾ എന്താ സംഭവം എന്ന് അറിയാൻ പറ്റുള്ളൂ. ഇതാട്ടോ നമ്മൾ ആ പ്രെയർ കേട്ട പള്ളി. നല്ല രസമില്ലേ ഇത് കാണാനായിട്ട്. ഇത് ഈ കോർണിഷിൻ്റെ സൈഡിൽ തന്നെയാട്ടോ ഈ പള്ളി ഉള്ളത്. ഇപ്പം നിങ്ങൾക്ക് ഞാനൊരു സൂത്രം കാണിച്ചു തരാം കേട്ടോ. അപ്പം നിങ്ങളവർക്ക് ഈ കാക്കകളെ കണ്ടിട്ട് എന്താ ഞാൻ കാണിക്കുന്നതെന്ന്. പൊതുവെ ഇവിടെ കാക്കകളെ കാണാറില്ല. ഇവിടെ പ്രാവുകളെയും മൈനകളെയും ഒക്കെ ആട്ടോ കൂടുതലും കാണാറുള്ളത്. അപ്പോൾ റെയറായിട്ട് കണ്ടുകൊണ്ട് ഞാനങ്ങ് എടുത്ത കേട്ടോ. നമ്മുടെ ഫസ്റ്റ് വ്ളോഗിൽ ഒരു വാട്ടർഫോൾ കാണിച്ചില്ല. ആ സെയിം വാട്ടർഫോളാണ് ഇത്. ഇന്ന് പകൽ നടക്കുന്ന വാട്ടർ ഷോയാണ്. ഇവിടെ പള്ളികളുടെ അടുത്ത് ഇങ്ങനെ വെള്ളം കുടിക്കാനുള്ള സ്ഥിതിക്കുണ്ട്. നമുക്ക് പോയി വെള്ളം കുടിക്കുള്ളൂ. ആരെയും വെള്ളം അറിയാമെന്ന് പറയാനൊന്നും അറിയില്ല. അതാണ് നമുക്ക് എന്താണെന്ന് കുടിക്കുകയാണ്. നമുക്ക് എന്താണെന്നൊന്ന് കുടിച്ചു നോക്കാം. ഈ വെള്ളത്തിന് അടിപൊളി തണുപ്പാണ്. എനിക്ക് തോന്നുന്നു ഇതിൻ്റെ അകത്ത് ഫ്രിഡ്ജ് വെള്ളം വെച്ചിട്ടുണ്ടാവും. പക്ഷേ എനിക്ക് തമ്മ ഓൾറെഡി എന്താണെന്ന് കുടിച്ചു നോക്കാം. ഭയങ്കര തണുപ്പാണ് വെള്ളത്തിന്. എന്താണെന്നറിയാമോ, ഇതിവിടുത്തെ ടോയ്ലറ്റാട്ടോ. നല്ല രസമില്ലേ? ഇതെന്താ ഇത് ഇതിൻ്റെ അകത്തുനിന്ന് വെള്ളം വരുന്ന സ്ഥലത്തുണ്ട്. റെസ്റ്റോറൻ്റാണോ? നമ്മൾ വിചാരിച്ച ബോട്ടാണോ? പക്ഷേ ഇത് റെസ്റ്റോറൻ്റാണോ? നമ്മൾ വിചാരിച്ചപ്പോൾ ഒരു ബോട്ടാന്നൊക്കെ പറഞ്ഞ് വലിയ പരിചയപ്പെടുത്തിയില്ലായിരുന്നു. പക്ഷേ ഇത് റെസ്റ്റോറൻ്റാണോ? നല്ല രസമില്ലേ? ബസ് കേട്ടോ. നാട്ടിലേക്കാണെങ്കിൽ നമ്മൾ വീക്കെൻഡ് കിട്ടിയാൽ വീട്ടിൽ തന്നെ ഇരിക്കാനാണ് പരമാവധി നോക്കുന്നത്. പക്ഷേ ഇവിടെയൊക്കെ ഉള്ള ആൾക്കാരുണ്ടല്ലോ വീക്കെൻഡ് പരമാവധി എൻജോയ് ചെയ്യും. അവർ ഫുഡൊക്കെ ഉണ്ടാക്കിയത് ഇതുപോലത്തുള്ള പാർക്ക് അല്ലെ മൗണ്ടൻ അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ പോയിട്ട് ആ വീക്കെൻഡ് ഫുൾ അവർ എൻജോയ് ചെയ്യും. ഫുഡൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടാകും. കുറേ ഇംപ്രഷൻസ് എഴുതി വെച്ചിട്ടുണ്ട്. അതുകൊണ്ടാണെന്ന് തോന്നുന്നത് ഈ കോർണിഷ് ഏരിയ ഉണ്ടല്ലോ ഭയങ്കര നീറ്റ് ആൻഡ് ക്ലീൻ ആട്ടോ. നമുക്കിത് കാണാം. കുറേ ആൾക്കാരുണ്ടെങ്കിൽ ഉച്ചവേലുണ്ടോ? ഉച്ചയ്ക്ക് നല്ല നമുക്ക് എല്ലാവരും വെയിൽ കൊള്ളാം. ആ ഏരിയയിലുള്ള കുറേ പക്ഷികളുണ്ട്. നമുക്ക് എന്നാണെങ്കിലും അവിടെ എന്നാ സംഭവം പോകുന്നത് നോക്കാം. എന്നാ ഇതിന് മാത്രം പക്ഷികൾ ഇവിടെ ഉണ്ടാവും. ഇതെനിക്ക് അറിയാൻ പറ്റിയത് ഈ തണുപ്പിൻ്റെ സമയത്ത് ഇവിടെ വരുന്ന ഒരു പക്ഷികളാണ്. ഇത് കഴിയുമ്പോൾ ഇത് പോകുന്നു. ഇങ്ങനത്തെ ഒരു ടൈപ്പ് ഓഫ് പക്ഷികളാണ്. ഇതിൻ്റെ പേര് നമുക്ക് അറിയില്ല.
ഇവിടെ ബാറ്ററി ഇട്ടോടുന്ന കുറേ ടോയ് കാറുകളും സൈക്കിളുകളും ഒക്കെ ഇരിപ്പുണ്ട് കേട്ടോ. ഇതിവിടെ കോർണിഷ് വരുന്ന ആൾക്കാർക്ക് ഓടിക്കാൻ വേണ്ടി. ഇത് കോർണിഷ് കൂടെ മാത്രമേ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. 1 ഹവറത്തേക്ക് നമുക്ക് വേണേൽ റെൻറ്റിനെടുത്ത് ഓടിക്കാനൊക്കെ പറ്റും കേട്ടോ. ഇതാ അവിടെ ബോട്ടൊക്കെ റെൻറ്റിന് കൊടുക്കുന്ന സ്ഥലമാണെന്ന് തോന്നുന്നു കേട്ടോ. അവിടെ കുറേ പേരൊക്കെ നിൽക്കുന്നുണ്ട്, ബോട്ടിന് വെയിറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുകയെന്ന് തോന്നുന്നു. കാരണം കുറേ ബോട്ടുകൾ ഇങ്ങനെ അതിലേക്കില്ലേ പോയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കുറച്ച് നേരം നടന്ന് മടുത്തുകൊണ്ട് ഇവിടെ ഇരിക്കാമെന്ന് വിചാരിച്ചു. ഇതേതോ റെസ്റ്റോറൻറ്റിൻ്റെ ഫ്രണ്ടാണെന്ന് തോന്നുന്നു. പക്ഷേ ഇവിടെ നല്ല തണലും കാറ്റൊക്കെ വീശുന്നുള്ളതുകൊണ്ട് നമ്മളിവിടെ കുറച്ച് നേരം അങ്ങനെ ഇരുന്നു, എല്ലാ കാഴ്ചയൊക്കെ ഉണ്ട്. ഇതാ പള്ളിയും ബോട്ടൊക്കെ ഉണ്ട്. അവിടെ നിന്ന് നമ്മളിപ്പോൾ കറങ്ങി ഇങ്ങ് നടന്നു വന്നത്. അവിടെ നേരെ വഴി ഉണ്ടെങ്കിൽ നമുക്ക് നേരെ ഇങ്ങ് പോരായിരുന്നു. പക്ഷെ നേരെ വഴിയില്ല. എന്നാൽ എന്തായാലും ഇച്ചിരി നേരം ഇരുന്നിട്ട് പോകാമെന്ന് ഓർത്തു. ഇതൊക്കെയോ റെസ്റ്റോറൻറ്റുകളാണ്. അതെ, ഇത് കുറേ ടൈം ഷോ ഉണ്ട് കേട്ടോ. അതെ, ഇപ്പം ഒരു ഷോ നടക്കുന്നു. പക്ഷെ നൈറ്റ് കാണാൻ തന്നെയാണ് രസം. കാരണം ആ ലൈറ്റ്സ് ഒക്കെ കാണാനായിട്ട്. ഇവിടെ ചെറിയൊരു വാട്ടർ ഫൗണ്ടൻ ഉണ്ട്. എനിക്ക് തോന്നുന്നു ഈ ഹോട്ടലിൻ്റെ ഒക്കെ ഇതിൻ്റെ ആയിരിക്കും. വെള്ളം ഒരു വേസ്റ്റ് ആക്കി. ഫ്ലാഗ് കാണുന്നുണ്ടോ? ഈ ഐലൻഡ് പോലെ വേറൊരു ഐലൻഡ് അവിടെ. ഇന്നിപ്പോൾ എന്താണെങ്കിലും പോകാനുള്ള സമയം ഇവിടെ ഇല്ല. കാരണം നമ്മൾ ഓൾറെഡി ടയേർഡാണ്. കുറേ ദൂരം ഇന്ന് നടന്ന് മടുത്തു. ഇതാ ഇനി നമ്മൾ വീട്ടിലേക്ക് പോവുക. ഇതേ പോകുന്ന വഴിക്കേണ്ട ഒരു വാട്ടർ പാർക്കുണ്ട്. അത് പിള്ളേർക്കുള്ളതെന്നാണ് തോന്നുന്നത് കേട്ടോ. ഇവിടെ കുറേ നല്ല നല്ല പൂച്ചെടികളുണ്ട് കേട്ടോ. കുറേ ഇങ്ങനെ ചെടികൾ നട്ടുപിടിപ്പിച്ച് വെച്ചിട്ടുണ്ട്. അതിലെല്ലാം പൂക്കളും ഉണ്ട് കേട്ടോ. ഇതിൻ്റെ എല്ലാ ഇടയ്ക്കൂടെ പൈപ്പുകൾ കൊടുത്തിട്ടുണ്ട്. അതിൽ കൂടെ കുറച്ച് ഇച്ചിരി വെള്ളം വന്നുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് ഇവിടെ വേനലായാലും എപ്പോഴും പൂക്കൾ കാണും. ഇതാ ഇവിടെ ആ വാട്ടർ പാർക്കിലുണ്ടല്ലോ, വലിയ ആൾക്കാരൊന്നും ഇല്ല. കാരണം സമയമായിട്ടില്ലെന്നാണ് തോന്നുന്നത്. നമ്മളെ നടക്കും അടുത്ത് നമുക്ക് ടാക്സി വിളിച്ച് നമുക്ക് റൂമിലേക്ക് പോകാം. അവിടെ നിന്നിട്ട് നമുക്ക് ടാക്സി ഒന്നും കിട്ടില്ല. ഞങ്ങൾ എന്തായാലും കുറച്ച് മുന്നോട്ട് പോയി നോക്കട്ടെ ടാക്സി കിട്ടുമോയെന്ന്. നമുക്ക് എന്താണെങ്കിലും അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.